ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്, ഉറവിടമാണെന്നാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ദൈവഭക്തി കുറഞ്ഞു പോയാൽ നമുക്ക് ഒരുപാട് അപകടങ്ങളാണ്. ഇവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവഭക്തി ഇല്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു. അതായത് ദൈവഭക്തി ഇല്ലാത്തൊരു ജീവിതം നയിക്കുന്ന വ്യക്തികൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കില്ല, പള്ളിയിൽ പോകാൻ മടി, പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, കൂദാശകൾ സ്വീകരിക്കാൻ ഇഷ്ടമില്ല, ഒരു കടത്ത് പോലെ മറ്റുള്ളവരെ കാണിക്കാൻ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ദൈവത്തിനോടൊരു ഭക്തിയില്ലാത്ത, പ്രാർത്ഥനയിലൊരു ഭക്തിയില്ലാത്ത മനുഷ്യരെക്കുറിച്ച് വീണ്ടും പറയുകയാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകം. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബലിഷ്ഠമായൊരു ആശ്രയം എന്താണ്? വെള്ളത്തിൽ മുങ്ങിത്താഴുന്നൊരു വ്യക്തിക്ക് നമ്മൾ ഒരു കയറിട്ട് കൊടുത്താൽ തീർച്ചയായും ആ വ്യക്തി കയറിൽ പിടിച്ച ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ ഒരു ബലിഷ്ഠമായ ആശ്രയം ദൈവഭക്തിയാണെന്ന് പറയുകയാണ്. രണ്ടാമത്, അത് സന്താനങ്ങൾക്ക് അതൊരു അഭയസ്ഥാനമായിരിക്കും. അപ്പോൾ ഈ ഭക്തിയുള്ള മനുഷ്യൻ്റെ മക്കൾക്കൊരു അഭയമാണ് അപ്പൻ്റെ ഭക്തി. ചിലപ്പോഴൊക്കെ ഈ മക്കൾക്ക് ഒരുപാട് ജോലി തടസ്സം, പഠനത്തിൽ തടസ്സമൊക്കെ വരുമ്പോൾ അച്ഛൻ ചിലപ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, മക്കളുടെ അപ്പച്ചന് അമ്മയ്ക്കൊക്കെ എങ്ങനെയാണ് വിശ്വാസം? അപ്പോൾ അവർ പലപ്പോഴും അതൊരു അത്ര വലിയ വിശ്വാസമൊന്നുമില്ല, ഭക്തിയൊന്നുമില്ല എന്ന് പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. കണ്ടു, ഇപ്പോൾ ഇവിടെ എത്ര മനോഹരമായിട്ടാണ് വചനം പറയുന്നത്. അവരുടെ സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും ചെയ്യും. തീർന്നിട്ടില്ല, വീണ്ടും വചനം പറയുകയാണ്, ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്. അപ്പോൾ ജീവൻ്റെ ആരംഭം തന്നെ അവിടെ നിന്നാണ്, ഉറവ. അപ്പോൾ ആ ഭക്തി കുറഞ്ഞാലോ ജീവൻ പോയി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കും. അപ്പോൾ ഒരു മരണത്തിൽ നിന്ന് പോലും ഒരു ജീവനെ രക്ഷിക്കുവാൻ ഈ ഭക്തിക്ക്, ദൈവഭക്തിക്ക് സാധിക്കും. മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവഭക്തിയിൽ വളർന്നു വരുവാൻ, മക്കളെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കൃപ നൽകണമേ. താല്പര്യം കുറവായിരിക്കാം, അവർക്ക് മൊബൈലിനോടും സിനിമയോടും പാട്ടിനോടും ഭക്ഷണത്തിനോടും അതുപോലെ തന്നെ കളികളോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഇപ്രകാരമുള്ള മക്കളുടെ മേൽ കർത്താവെ ദൈവഭക്തിയിൽ അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ നൽകി ദൈവത്തെ സ്നേഹിക്കാൻ, അങ്ങനെ ഭക്തി നിർഭരമായൊരു ജീവിതം നയിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ആരാധന ഞങ്ങൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ സാന്ത്വനം നൽകുന്നവൻ, രോഗികൾക്കു സൗഖ്യമായി അണയുന്നവൻ, ദുഃഖത്തിൽ സാന്ത്വനം നൽകുന്നവൻ, രോഗികൾക്കു സൗഖ്യമായി അണയുന്നവൻ, പരീക്ഷണങ്ങളിൽ സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ ശക്തിയായ ദാസരിൽ നിറയുന്നവൻ, യേശുവേ നീ വലിയവൻ, യേശുവേ നീ സർവവും, യേശുവേ നീ ഉന്നതൻ, സ്വർഗത്തിൻ അധിപതിയായി വാഴുന്നവൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.